ടീടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇൻഡക്ഷൻ സീലറാണ്. നിങ്ങളുടെ ബോട്ടിൽസിന് മുകളിൽ ഫോയിൽ കോട്ട് ചെയ്ത് അതിനെ ലീക്ക് പ്രൂഫും എയർ പ്രൂഫുമായിട്ട് കീപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് ഇൻഡക്ഷൻ സീലർ മെഷീൻ. ഈ മെഷീൻ വഴി നിങ്ങളുടെ പ്രോഡക്ട്സ് പിക്കിളാവട്ടെ, കൊക്കോ പൗഡർ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിക്വിഡ് ഫോമിലുള്ള പ്രോഡക്ട്സ് ആവട്ടെ, ഇതിനെ ലീക്ക് പ്രൂഫ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാനും അതോടൊപ്പം തന്നെ എയറുമായി കോൺടാക്റ്റ് ചെയ്തുണ്ടാവുന്ന ഡാമേജസ്, മേ ബി പൂക്കലാവാം, അതല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകുന്നതാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡാമേജുകളാവാം, ഇതിൽ നിന്നെല്ലാം നിങ്ങളെ കീപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻഡക്ഷൻ സീലർ. ആ ഇൻഡക്ഷൻ സീലറിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വേർഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൺവെയർ ടൈപ്പ് മെഷീനാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബോട്ടിൽസ് ഇതിനകത്ത് ഫീഡ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഇൻഡക്ഷൻ ഹെഡ് വരുന്നത്. ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഇൻഡക്ഷൻ്റെ ഹെഡ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബോട്ടിൽസ് ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ആവശ്യാനുസരണം ഹെഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ കൺവെയറിൻ്റെ സ്പീഡ് നമ്മൾക്ക് ആവശ്യാനുസരണം ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പല പ്രോഡക്ട്സിനും പല സൈസിലുള്ള സ്പീഡും പല സൈസിലുള്ള ഹൈറ്റുമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഡക്റ്റാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് നമുക്ക് എന്ത് ഹൈറ്റിലാണ് അത് വെക്കേണ്ടത്, അതിൻ്റെ സ്പീഡ് എന്തോരം കീപ്പ് ചെയ്യണം എന്നൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ്. കാരണം ഓരോ ബാച്ചിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ കപ്പാസിറ്റികളിലും അതിൻ്റെ സ്ട്രക്ചറിലും കെമിക്കൽ പ്രോസസ്സിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ്, സ്പീഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലൊരു പവർ ഓൺ ബട്ടണാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വർക്കിംഗ് വോൾട്ടേജും വർക്കിംഗ് കറണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓവർ കറണ്ട് വന്നാൽ കാണിക്കാവുന്ന ഒരു ഇൻഡിക്കേറ്ററും ഇതിനകത്തുണ്ട്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടനും ഉണ്ട്. ഈ മെഷീനകത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ പ്രോഡക്ട്സ് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പെറ്റ് ബോട്ടിൽസാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഇൻഡക്ഷൻ വാഡാണ് ഈ കാണുന്നത്. ഇത് ഫോയിലിൻ്റെ പോർഷൻ വരുന്നത്, ഇത് വാഡിൻ്റെ പോർഷൻ വരുന്നത്. ഇത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പെറ്റ് ബോട്ടിലിന് വേറെ, HDPE ബോട്ടിൽസിന് വേറെ, അതുപോലെ ഗ്ലാസ് ബോട്ടിൽസിനാണെങ്കിൽ അത് വേറെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഫോയിൽ പാർട്ടിന് നമ്മൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ ക്യാപ്പിനുള്ളിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ബോട്ടിലെടുക്കുക. നമുക്ക് ഈ ബോട്ടിലിനെ അകത്തേട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത്, ഫുൾ ടൈറ്റ് ചെയ്ത് നമുക്ക് ഈ ബോട്ടിൽസിനെ ടൈറ്റാക്കി വെക്കാവുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽസൊക്കെ ഒന്ന് ഫോയിൽ ഫിക്സ് ചെയ്ത് ക്യാപ്പ് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ബോട്ടിൽസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്കിതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത്. നമ്മളതനുസരിച്ച് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴെ അതിൽ നിന്ന് ഒരു 5 mm ഗ്യാപ്പ് വരെ വരുന്ന രീതിയിൽ ആണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ മെഷീൻ ഓൺ ചെയ്യാം. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് വർക്കിംഗ് കറണ്ട് കാണിക്കും. മെഷീൻ റെഡിയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ. നമുക്കിപ്പോൾ ഓരോന്നോരോന്ന് വിധം ഇതിൻ്റെ പുറകെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതുപോലെ പ്രോഡക്റ്റ് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്ത് ക്യാപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിതിനെ മെഷീനിലേക്ക് കൊടുക്കുന്നതനുസരിച്ച് നമ്മളുടെ പ്രോസസ്സിങ് ടൈം വളരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. കാരണം 3 ലേബേഴ്സ് ചെയ്യുന്നൊരു പ്രോസസ്സിനെ നമുക്കതിനെ സിംഗിൾ ലേബറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഇൻഡക്ഷൻ സീൽ കഴിഞ്ഞ ബോട്ടിലാണ്. അപ്പോൾ ഇൻഡക്ഷൻ്റെ വാഡ് നമ്മളുടെ ഈ ക്യാപ്പിനുള്ളിൽ സെറ്റ് ആവുകയും ഫോയിൽ അതിനകത്ത് വേർപെട്ട് നമ്മുടെ ബോട്ടിലിന് മുകളിൽ സ്റ്റിക്ക് ആവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ലീക്ക് പ്രൂഫ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കസ്റ്റമർ ഈ പ്രോഡക്റ്റ് തുറന്നു നോക്കുമ്പോൾ അത് എക്സ്റ്റേണൽ ടച്ച് ഇതിന് വന്നിട്ടില്ല എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ അവർക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിക്കിൾസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൊക്കോ പൗഡർ ആവട്ടെ, ഇതെല്ലാം വരുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് അന്ന് തന്നെ യൂസ് ചെയ്യില്ല. ഇത് നമ്മൾ കീപ്പ് ചെയ്യും, ഷെൽഫിലൊക്കെ എടുത്ത് വെച്ച് നമ്മളിത് പല ദിവസം കൊണ്ട്, ചിലപ്പോൾ 1 മാസം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മളിത് തീരുന്നത്. അപ്പോൾ നോർമൽ കേസിൽ ഈ പിരിയിലൂടെ, ക്യാപ്പിനിടയിലുള്ള പിരിയിലൂടെ എയർ കയറി ഇത് പൂക്കാനും കട്ട പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ട്, അതിനെ ഒഴിവാക്കാനായിട്ട് ഈ വാഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പ്രീമിയം പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിലെല്ലാം ഇതുപോലുള്ള വാഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അതുപോലെ മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ സൂപ്പർ ഹിറ്റ് പ്രൊഡക്റ്റുകൾ പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രോഡക്റ്റിനെ
മാർക്കറ്റിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവഴി നിങ്ങളുടെ ബ്രാൻഡിനെ എൻഹാൻസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ സെമി ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ സീലർ. ഈ മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ഫില്ലേഴ്സ്, പേസ്റ്റ് ഫില്ലേഴ്സ്, ഇതിനകത്ത് കൊടുക്കാവുന്ന ബാച്ച് നമ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള ബാച്ച് കോഡിംഗ് മെഷീൻസ്, ലേബിൾ സ്റ്റിക്ക് ചെയ്യാനുള്ള ലേബലിംഗ് മെഷീൻസ് മുതലായ എല്ലാ പാക്കിംഗ് റിലേറ്റഡ് മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഇൻഡക്ഷൻ സീലറിൽ ഗ്ലാസ് ബോട്ടിൽസ് സീൽ ചെയ്യാന്നുള്ളത്. നോർമലി ഇൻഡക്ഷൻ സീലറിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക് ക്യാപ്ഡ് ബോട്ടിൽസാണ് ചെയ്യാൻ പറ്റുന്നത്. ഗ്ലാസ് ബോട്ടിൽസ് വരുമ്പോൾ അതിനകത്ത് എല്ലാം മെറ്റൽ ക്യാപ്പാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഈ മെറ്റൽ ക്യാപ്പ് ഉപയോഗിച്ച് ഇൻഡക്ഷൻ സീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സീലറിൽ മെറ്റൽ ക്യാപ്പ് ഉപയോഗിക്കാൻ പറ്റും.